കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും കണ്ടാണ് 6-7 മാസത്തെ പെൻഷൻ കുടിശ്ശിക വരും. എന്നിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ എല്ലാ വീടുകളിലും ഈ പൈസ സൂക്ഷിച്ചു വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ കൊണ്ടുപോയി ഒരുമിച്ച് കൊണ്ടുപോകും. അതൊരു ശരിയായ രീതിയാണോ? അതാണ് കെ.സി. വേണുഗോപാൽ ചോദിച്ചത്. ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു. ക്ഷേമ പെൻഷനെ കൈക്കൂലിയാക്കി ആക്ഷേപിച്ചെന്ന LDF പ്രചാരണത്തിന് മറുപടിയുമായി UDF. പെൻഷൻ കുടിശ്ശിക തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്നതിനെയാണ് കൈക്കൂലിയെന്ന് പറഞ്ഞതെന്ന് വേണുഗോപാലും സതീശനും. പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളിയെന്ന് ആവർത്തിച്ച് LDF. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നു. സംഘപരിവാർ അജണ്ടയായിരുന്നുവെന്ന് VD സതീശൻ. ഒരു സംഘപരിവാർ അജണ്ടയുണ്ട്. മലപ്പുറത്ത് തീവ്രവാദമാണ്, മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ്, ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത്. മലപ്പുറം പരാമർശം UDF വിഷയമാക്കുന്നതിനെ പിന്തുണച്ച അൻവർ. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുകയും 150 കോടിയുടെ കുഴൽപ്പണവും അതുപോലെ തന്നെ 150 കിലോ സ്വർണവും മലപ്പുറത്ത് എയർപോർട്ടിലൂടെ ഒഴുകുന്നു. ആ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന നമ്മൾ ആരും ചിന്തിക്കാത്ത സ്റ്റേറ്റ്മെന്റാണ്. ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ച് ആം ആദ്മി പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് മാത്രമായിരുന്നു സഖ്യമെന്ന് വിശദീകരണം. യഥാർത്ഥ സഖ്യം കോൺഗ്രസും BJPയും തമ്മിലാണെന്ന് ആരോപിച്ച് AAP വക്താവ് അനുരാഗ് ഖണ്ഡെ. വികസന പ്രവർത്തനത്തിന് സംഭാവന സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം. ഭൂമിയായും പണമായും സംഭാവന സ്വീകരിക്കാം. സ്പോൺസർഷിപ്പ് പ്രോത്സാഹിപ്പിക്കണം. സംഭാവനയിലൂടെ പണം സ്വരൂപിക്കുന്നത് മികച്ച തദ്ദേശ സ്ഥാപനത്തിലുള്ള മാനദണ്ഡമാകുമെന്നും സർക്കുലർ. തിരുവനന്തപുരം സർക്കാർ കണ്ണാശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവ്. ഇടത് കണ്ണിൽ എടുക്കേണ്ട കുത്തിവെപ്പ് വലത് കണ്ണിലെടുത്തു. പരാതിയുമായി ഭീമാപ്പള്ളി സ്വദേശിയായ വീട്ടമ്മ. ഡോക്ടർക്ക് സസ്പെൻഷൻ. പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്ത ഒരു ഇന്ത്യൻ യൂട്യൂബർ കൂടി അറസ്റ്റിൽ. പിടിയിലായത് പഞ്ചാബ് സ്വദേശി ജസ്ബീർ സിംഗ്. നേരത്തെ അറസ്റ്റിലായ ജ്യോതി മൽഹോത്രയുമായി അടുത്ത ബന്ധമെന്ന് അന്വേഷണ സംഘം. നിലമ്പൂരിലെ പുതിയ പ്രചാരണായുധമാവുകയാണ് ക്ഷേമ പെൻഷൻ. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ പരാമർശിച്ചുവെന്നും ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നുമാണ് LDFന്റെ വാദം. അതേസമയം ഇതിൽ മറുപടിയുമായി കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനെ അല്ല പറഞ്ഞത്, മറിച്ച് ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാക്കി വെച്ചിട്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരുമിച്ച് നൽകുന്നതിനെയാണ് കൈക്കൂലിയെന്ന് പറഞ്ഞതെന്നായിരുന്നു VD സതീശനും KC വേണുഗോപാലും നൽകിയ വിശദീകരണം. ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് UDF. തെരഞ്ഞെടുപ്പ് കാലത്ത് കൈക്കൂലി നൽകും പോലെയാണ് 2 ഗഡു ക്ഷേമ പെൻഷൻ നൽകുന്നതെന്ന KC വേണുഗോപാലിന്റെ പരാമർശമാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിനെതിരെ LDF പ്രതിഷേധവും പ്രതിരോധവും തുടങ്ങി. ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കൈക്കൂലിക്കാരായി UDF ചിത്രീകരിക്കുകയാണെന്നാണ് LDFന്റെ മറുപടി. KC വേണുഗോപാലിന്റെ പെൻഷൻ കൈക്കൂലി പരാമർശം തിരുത്തണമെന്ന് M സ്വരാജ് ആവശ്യപ്പെട്ടു. തീർത്തും നിരുത്തരവാദപരമായൊരു പ്രസ്താവനയാണ്. അത് തിരുത്തേണ്ടതാണ്. കാരണം ഏറ്റവും ദുർബല ജനവിഭാഗങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക ആനുകൂല്യം കൊടുക്കുന്നത്. അത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ഏതെങ്കിലും ഒരു നാട്ടിലൊരു ദരിദ്രനുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ നാട്ടിലെ ഭരണ സംവിധാനം ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല, ആ സമൂഹം ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നാണ്. നാടിൻ്റെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ നാട് അംഗീകരിക്കാത്ത ഉത്തരവാദിത്വരഹിതമായ ഒരു പ്രസ്താവനയായി പോയി. അത് തിരുത്തണം. പല വിധത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ ഏകീകരിച്ച് ഒറ്റ പെൻഷനായി കൊടുക്കാൻ തീരുമാനിക്കുകയും കുടിശ്ശിക വരുത്തിയ പെൻഷൻ തുക തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നിച്ച് നൽകുകയും ചെയ്തതിനെയാണ് താൻ വിമർശിച്ചത് എന്ന വിശദീകരണവുമായി KC വേണുഗോപാൽ രംഗത്തെത്തി. തന്റെ വാക്കുകൾ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മറുപടി പറയണം. ഇത് സർക്കാരിന്റെ കെടുകാര്യസ്ഥത സാമ്പത്തിക രംഗത്ത് അവർക്കുള്ള പ്രയോറിറ്റി വേറെ ചില കാര്യങ്ങളാണ്. അപ്പൊ ഇത് ചൂണ്ടിക്കാണിച്ചതിന് അവർക്ക് ജാള്യത ഉണ്ടായതിന് പുറത്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവർ മറുപടി പറയും. പെൻഷൻ വിതരണം LDF രാഷ്ട്രീയമായി മുതലെടുക്കുകയാണെന്ന ആരോപണമാണ് UDF മുഖ്യ പ്രചരണായുധമായി നിലമ്പൂരിൽ പ്രയോഗിക്കുന്നത്. ക്ഷേമ പെൻഷൻ ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കാനാണ് LDFന്റെ ശ്രമം. അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ആളുകളെ കളിപ്പിക്കുകയാണ്, ആളുകളെ കബളിപ്പിക്കുകയാണ്. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഒരു പിൻവലിക്കൽ തീർച്ചയായിട്ടും അങ്ങനെയല്ലേ, കബളിപ്പിക്കുകയല്ലേ. അവർക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കൂല 3-4 മാസം.
ഇലക്ഷൻ ആകുമ്പോഴേ വീട്ടിൽ കൊണ്ടേ കൊടുക്കുക എല്ലാവരും ഒരുമിച്ച്. വരും ദിവസങ്ങളിലും ക്ഷേമ പെൻഷൻ വിവാദം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഗോതയെ ചൂടുപിടിപ്പിക്കുമെന്ന് ഉറപ്പാണ്. വികസന വിഷയങ്ങളെക്കാൾ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സ്വാധീനിക്കുക അടിസ്ഥാന ജനവിഭാഗത്തെ ബാധിക്കുന്ന ക്ഷേമ പെൻഷൻ പോലെയുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് LDFും UDFും ക്ഷേമ പെൻഷനിൽ കൊണ്ടും കൊടുത്തും പ്രചാരണം കൊഴുപ്പിക്കുന്നത്. നിലമ്പൂരിൽ നിന്നും പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ക്ഷേമ പെൻഷൻ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പഴയ മലപ്പുറം പരാമർശവും ഇപ്പോൾ നിലമ്പൂർ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണ് UDF മാത്രമല്ല PV അൻവറും ഈ വിഷയം ഉന്നയിക്കുകയാണ്. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത്, ഹവാല പണം വരവ്, അതുപോലെ തന്നെ ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയുടെ പഴയ പരാമർശമാണ് വീണ്ടും പൊടിതട്ടിയെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് ഇന്ന് VD സതീശൻ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. സംഘപരിവാർ അജണ്ടയാണ് മുഖ്യമന്ത്രിക്കെന്നാണ് VD സതീശൻ പറഞ്ഞത്. UDF ഈ വിഷയം ഏറ്റെടുത്തതിനെ PV അൻവർ അഭിനന്ദിക്കുകയും ചെയ്തു. ഒരു സംഘപരിവാർ അജണ്ടയുണ്ട്. മലപ്പുറത്ത് തീവ്രവാദമാണ്, മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്താണ്, ക്രിമിനലുകളാണ് എന്ന സംഘപരിവാർ തീവ്രവാദത്തിന് കൊടപിടിച്ചു കൊടുക്കുന്ന ഇന്റർവ്യൂ ആണ് മുഖ്യമന്ത്രി നടത്തിയത്. മുഖ്യമന്ത്രിയും സംഘപരിവാറും ഒരേ പാതയിലാണ്. ഇവിടെ നിലമ്പൂരിൽ LDFിന്റെ പ്രചരണത്തിന് നയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനാണ്. A വിജയരാഘവന്റെ ഒരു ഡസനിലേറെയുള്ള പ്രസ്താവനകൾ, മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ എൻ്റെ കയ്യിലുണ്ട്. അവിടെ ഭൂരിപക്ഷ മുസ്ലിം സമുദായമാണ്. ആ സമുദായമാണ് ഈ കള്ളക്കടത്തിൻ്റെ എല്ലാം പിന്നിൽ. അവരാണ് ദേശവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ. BJPക്ക് ഒരു ആയുധമുണ്ടാക്കി കൊടുക്കുക എന്ന കരാറിൻ്റെ ബാക്കി പത്രമായിരുന്നു യഥാർത്ഥത്തിൽ ഡൽഹിയിൽ പോയിട്ട് ഈ പത്രസമ്മേളനം നടത്തിയത്. അതെല്ലാം പഴകി തുരുമ്പിച്ചു എന്ന് മാത്രമല്ല, ആവശ്യമായ ഘട്ടങ്ങളിൽ ചർച്ച ചെയ്യുകയും വിശദീകരിക്കുകയും ചെയ്തൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നത് മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന ഘട്ടത്തിൽ അതിനെ അതിശക്തമായി എതിർത്ത രണ്ട് വിഭാഗമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് അന്നത്തെ BJP ആയ ജനസംഘം, രണ്ട് കോൺഗ്രസ് വഴിക്കടവിൽ നിന്ന് വന്നൊരു ജാഥ നടത്തി, മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ട്. ആ കുറ്റബോധം വേട്ടയാടുന്നതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള തീർത്തും അടിസ്ഥാനരഹിതമായ വിവാദം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. അനീഷ്, ഈ വിഷയം നിരവധി തവണ ഉയർന്നു വന്നതാണ്. മുൻപ് വിശദീകരണവും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും CPMും നൽകിയിട്ടുള്ളതുമാണ്. മുഖ്യമന്ത്രി നൽകിയ ഒരു ഇന്റർവ്യൂ അതിനെ തെറ്റായ തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നതായിരുന്നുവല്ലോ നേരത്തെ നൽകിയിരിക്കുന്ന വിശദീകരണം. ഇപ്പോൾ സ്വാഭാവികമായും നിലമ്പൂർ മലപ്പുറത്തായതുകൊണ്ട് ഈ വിഷയം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു. അത് ഉന്നയിക്കുകയാണല്ലോ UDF ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വളരെ കരുതലോടെയുള്ള ഒരു പ്രതികരണമാണല്ലോ ഇപ്പോൾ സ്വരാജിൽ നിന്ന് കേട്ടത്. തീർച്ചയായും രണ്ട് വിഷയങ്ങളാണ്. പെൻഷൻ വിഷയത്തിൽ ഊന്നി LDFും മലപ്പുറം വിഷയത്തിൽ ഊന്നി UDFും തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നോട്ട് പോകുന്ന കാഴ്ച തന്നെ കാണാൻ കഴിയുന്നത്. ഇതിൽ ആദ്യഘട്ടം മുതൽ മുഖ്യമന്ത്രിക്കെതിരായി ഈ മലപ്പുറം പരാമർശവുമായി അതിൻ്റെ പിന്തുടർന്ന് തന്നെയാണ് UDF നേതാക്കൾ അവരുടെ പ്രസംഗങ്ങളായാലും വാർത്താ സമ്മേളനങ്ങളായാലും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്ന് VD സതീശൻ ഒരു പടി കൂടി കിടന്ന് കുറച്ച് നാളുകളായി LDF നേതാക്കൾ, പ്രത്യേകിച്ചും CPMൻ്റെ നേതാക്കൾ നടത്തുന്ന മലപ്പുറവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം. VS മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോപ്പിയടിച്ചാണ് ഈ മലപ്പുറത്ത് കുട്ടികൾ ജയിച്ചിരുന്നതെന്ന പരാമർശം ഉന്നയിച്ചു എന്ന് പറയുന്നു. A വിജയരാഘവൻ ഒന്നിലധികം തവണ മലപ്പുറത്തിനെതിരെ പറഞ്ഞ, പ്രത്യേകിച്ചും ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സമരം നടത്തിയവരെ തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിച്ചു. അത് മലപ്പുറത്തിന് മൊത്തത്തിലുള്ള ഒരു അവഹേളനമാണ്. അന്നത്തെ പ്രസ്താവനകളിൽ നേതാക്കൾ ഉറച്ചു നിൽക്കുന്നു എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറയുന്നു. മലപ്പുറംകാരെക്കുറിച്ച്, പ്രത്യേകിച്ചും നിലമ്പൂരുകാരെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ VD സതീശൻ പറയുകയും ചെയ്തു. എന്തായാലും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് തന്നെയായിരിക്കുമെന്നാണ് VD സതീശൻ വ്യക്തമാക്കുന്നത്. ഒപ്പം ഈ പ്രിയങ്ക ഗാന്ധിക്ക് 90,000-ലധികം വോട്ടുകൾ നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചിരുന്നു. പക്ഷേ LDFന് അടിസ്ഥാന വോട്ടുകൾ ഏതാണ്ട് 60,000-ലധികം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ നിന്ന് ലഭിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത്രയധികം വോട്ടുകൾ ഇടത് പാളയത്തിൽ നിന്ന് പോലും പ്രിയങ്ക ഗാന്ധിക്ക് ലഭിച്ചു. ആ വോട്ട് ചെയ്ത ആളുകളും തീവ്രവാദികൾ ആണോ എന്നൊരു ചോദ്യം സതീശൻ മുന്നോട്ട് വെക്കുന്നുമുണ്ട്. എന്തായാലും വരും ദിനങ്ങളിലും ഇത് തന്നെയാവും ഏറ്റവും പ്രധാന വിഷയം. അതായത് നിലമ്പൂരുകാരോട് മലപ്പുറംകാർ മോശക്കാരാണെന്ന് LDF പറഞ്ഞു എന്ന രീതിയിൽ തന്നെ പ്രചാരണം നടത്തി മുന്നോട്ട് പോകാനാണ് UDFിൻ്റെ തീരുമാനം. മഞ്ജുഷ്. MS അനീഷ് കുമാറാണ് നിലമ്പൂരിൽ വിവരങ്ങൾ നൽകിയത്. പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഉന്നയിക്കുകയാണ് ഇപ്പോൾ നിലമ്പൂരിൽ. ഒന്നാമത്തേത് ക്ഷേമ പെൻഷൻ കുടിശ്ശികയെക്കുറിച്ചുള്ളതാണ്. ക്ഷേമ പെൻഷനെ
UDF അവഹേളിച്ചു എന്നാണ് LDFിന്റെ ആരോപണം. ക്ഷേമ പെൻഷനെ കൈക്കൂലി എന്ന് ആരോപിച്ചു എന്നാണ് LDFിന്റെ ആരോപണം. പക്ഷേ ക്ഷേമ പെൻഷനെ അല്ല അവഹേളിച്ചത്, മറിച്ച് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയിട്ട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് സമയത്ത് നൽകുന്നതിനെയാണ് പറഞ്ഞതെന്നാണ് UDF ഇതിന് മറുപടി നൽകുന്നത്. അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ പഴയ മലപ്പുറം പരാമർശം പൊടിതട്ടിയെടുത്ത് UDF പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത്. ഇതിന് കരുതലോടെയുള്ള പ്രതികരണമാണ് ഇപ്പോൾ LDFിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി എന്ന കേസിൽ PV അൻവറിന് വീണ്ടും ഹൈക്കോടതിയുടെ നോട്ടീസ്. ആദ്യ നോട്ടീസ് കൈപ്പറ്റാത്ത സാഹചര്യത്തിലാണ് വീണ്ടും നോട്ടീസ് അയച്ചത്. CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിലാണ് നോട്ടീസ്. കൂടുതൽ വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, സംസ്ഥാന പോലീസിനെതിരെ ആരോപണം ഉന്നയിച്ച സമയത്താണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയ വിവരം സമ്മതിക്കുകയും അത് വെളിയിൽ വിടുകയും ചെയ്തത് അൻവർ. ഇപ്പോൾ എന്താണ് ഹൈക്കോടതിയിൽ നിന്ന് പുറപ്പെടുവിച്ചിരിക്കുന്ന നോട്ടീസിലെ പ്രധാന വിവരങ്ങൾ? നേരത്തെ അയച്ചുള്ള നോട്ടീസ് കൈപ്പറ്റാത്തതിനെ തുടർന്നാണ് പുതിയ നോട്ടീസ് ഹൈക്കോടതി വീണ്ടും അയച്ചിരിക്കുന്നത്. അതായത് ആദ്യ നോട്ടീസ് കൈപ്പറ്റാത്ത സാഹചര്യത്തിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഈ കേസ്. PV അൻവറിന് വീണ്ടും ഹൈക്കോടതിയുടെ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിക്കുന്ന ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് നോട്ടീസ് വന്നിരിക്കുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ടായിരുന്നു ഹർജി വന്നിരുന്നത് ഹൈക്കോടതിയിൽ. നേരത്തെ ഹൈക്കോടതി ഈ വിഷയത്തിൽ നോട്ടീസ് അയച്ചതാണ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തി എന്നതാണ് അൻവറിനെതിരെയുള്ള പരാതി. ഇക്കാര്യത്തിൽ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ആജ്ഞ, പറഞ്ഞോളൂ. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഹൈക്കോടതി നടപടി അതിലാണ്. നേരത്തെ തന്നെ നോട്ടീസ് അയച്ചിരുന്നത്, ആദ്യം അയച്ചിരുന്ന നോട്ടീസ് കൈപ്പറ്റിയിരുന്നില്ല. അതേ സാഹചര്യത്തിലാണ് വീണ്ടും പുതിയ നോട്ടീസ് അയക്കുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. നേരത്തെ തന്നെ കോട്ടയം കറുകച്ചാൽ സ്വദേശിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് അത് പോലീസിൽ പരാതി നൽകിയത്. അങ്ങനെയാണ്, അതായത് അൻവർ കേസ് ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ ഫോൺ ചോർത്തി എന്ന് വ്യക്തമാക്കുകയും ഫോൺ ചോർത്തുകയും അത് വാർത്താ സമ്മേളനത്തിലൂടെ പരസ്യമായി വിളിച്ചു പറയുകയും ചെയ്തത് അത് ഒരു രാജ്യത്തിന്റെ തന്നെ സുരക്ഷാ സംവിധാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കാണ് അൻവറിന്റെ നീക്കം. അതുകൊണ്ട് തന്നെ ഈ കേസായി തന്നെ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയം കറുകച്ചാൽ സ്വദേശിയായിരുന്നു പരാതി നൽകിയത്. പിന്നീട് ഈ കേസിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കൊല്ലം സ്വദേശി മുരുകേശ് കോടതിയെ സമീപിച്ചത്. ഈ കേസിലാണ്, ഈ ഹർജിയിലാണ് നടപടി. നേരത്തെ തന്നെ നോട്ടീസ് അയച്ചിരുന്നതാണ്. അത് കൈപ്പറ്റാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു നോട്ടീസ് അയക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ ഒഴിഞ്ഞ ശേഷം കോടതിയിൽ ഹാജരായാൽ മതി എന്നും കോടതി സൂചിപ്പിച്ചിട്ടുണ്ട്. ശരി, ഇതാണ് വിശദമായ വിവരങ്ങൾ. തെരഞ്ഞെടുപ്പിന്റെ തിരക്കുകൾ കഴിഞ്ഞതിന് ശേഷം ഹാജരായാൽ മതി എന്നുള്ള കാര്യമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിട്ടുള്ളത്. നേരത്തെ മുരുകേഷ് എന്നയാൾ, കൊല്ലം സ്വദേശിയായ മുരുകേഷ് നരേന്ദ്രനാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അൻവറിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിൽ കേസെടുക്കുവാൻ തെളിവില്ല എന്ന് നേരത്തെ സംസ്ഥാന പോലീസ് റിപ്പോർട്ട് നൽകിയതാണ് ഹൈക്കോടതിയിൽ. മറ്റു വാർത്തകളിലേക്ക്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയെ തുടർന്ന് കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ കെട്ടിടം ഒഴിപ്പിച്ചു. അപകട ഭീഷണിയെ തുടർന്നാണ് ഈ നടപടി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തെ തുടർന്ന് ഈ പ്രദേശം അപകടാവസ്ഥയിലാണ്. ചട്ടഞ്ചാൽ ചെർക്കള ദേശീയപാതയിലെ ഓരത്തിലുള്ള മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ സമീപത്താണ് നമ്മളുള്ളത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്നും അപകട സാധ്യതയെ തുടർന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവിടെ ഒരു അറിയിപ്പുണ്ട്, മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തനം ചട്ടഞ്ചാലുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നതാണ്. ഈ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിൻ്റെ തൊട്ട് താഴെ കൂടി തറ ഭാഗം വലിയ തോതിൽ മലവെള്ളം ഒഴുകി വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അത് നേരിട്ട് ദേശീയപാതയിലേക്കാണ് അത് പതിക്കുന്നത്. അതുമാത്രമല്ല, ദേശീയപാതയുടെ അവസ്ഥ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാം. വലിയ തോതിൽ മണ്ണ് ഇടിഞ്ഞ് ഇങ്ങനെ ദേശീയപാതയുടെ താഴേക്ക് പതിക്കാൻ പാകത്തിൽ നിൽക്കുന്നു. അതോടൊപ്പം മലവെള്ളം കുത്തി ഒലിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി കാസർഗോഡ് ജില്ലയിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ്. മഴ പൂർണ്ണമായും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും ഈ ദേശീയപാതയിലെ ഒരു അവസ്ഥ ഇതാണ്. ഇവിടെ വലിയ അപകട സാധ്യതയാണുള്ളത്. അതായത് ചട്ടഞ്ചാൽ മുതൽ ചെർക്കള വരെയുള്ള 7 കിലോമീറ്റർ ദൂരത്തിൽ വലിയ തോതിൽ
ഒന്ന് ഇടിയാൻ പാകത്തിലുണ്ട്. ഇവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. കാരണം ഏത് സമയത്തും മഴ വരുമ്പോൾ തങ്ങളുടെ വീടിന് മുകളിലേക്ക് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് വീഴുമോ എന്ന ഒരു ആശങ്ക. എന്തായാലും ഇവിടുത്തെ ജനങ്ങൾ പങ്കുവെക്കുന്നതും അതുതന്നെയാണ്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഈ ജനങ്ങളെ വലിയ തോതിൽ ബാധിച്ചിട്ടുള്ളത്. അതുതന്നെയാണ് അവർ പറയുന്നതും. തങ്ങളെ കേൾക്കാൻ ഈ കമ്പനി തയ്യാറായില്ല. തുടക്കത്തിൽ തങ്ങൾ നിരവധി പരാതികൾ ഉന്നയിച്ചാണ്, അത് കേൾക്കാൻ തയ്യാറായില്ല. അത് മാത്രമല്ല, ഇവിടുത്തെ ഏതെങ്കിലും തരത്തിൽ ഭൂമിശാസ്ത്രം പരിശോധിക്കാതെയാണ് ഈ നിർമ്മിതി എന്ന ഒരു ആക്ഷേപം കൂടി ഇവിടുത്തെ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ജനങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് എന്ത് സംഭവിക്കും എന്ന ഒരു ആശങ്കയിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ സർവീസ് റോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് തെക്കിൽ വരെ സർവീസ് റോഡ് ഇല്ല. പിന്നെ അതുപോലെ ചട്ടഞ്ചാൽ സ്കൂള് 3500ഓളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഇവരിപ്പോൾ ഈ സർവീസ് റോഡിനെ 2 വേ എന്ന് പറയുന്നു. നമുക്കിപ്പോൾ നിലവിൽ തന്നെ നമ്മൾ ഒരു വണ്ടീനെ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് സർവീസ് റോഡിൽ. നിങ്ങളൊക്കെ യാത്ര ചെയ്യുന്നതല്ലേ, അവിടെയാണ് ഇവർ 2 വേ എന്ന് പറയുന്നത്. ചെമ്മനാട് പഞ്ചായത്ത്, അതുപോലെ ഇത് അപ്സര സ്കൂള്, ഈ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂള്, അതൊക്കെ വരുന്ന റോഡ് അത് പിന്നീട് ഇടത്തോട്ട് വന്നു കഴിഞ്ഞാൽ സർവീസ് റോഡ് കുട്ടികളൊക്കെ യാത്ര ചെയ്യുന്നത് ഇതുവഴിയാണ്. ഏകദേശം 1000ഓളം കുട്ടികൾ ഈ പ്രദേശത്ത് നിന്ന് മാത്രം വരുന്ന കുട്ടികളുണ്ട്. അവർക്ക് പോകാനൊരു വഴിയില്ല, അവർക്ക് നടന്നു പോകാൻ പറ്റൂല. എത്രത്തോളം അപകടാവസ്ഥയുണ്ട് ഈ മണ്ണിടിച്ച്? അപകടാവസ്ഥ നിങ്ങളിപ്പോ വരുന്ന വഴിക്ക് കണ്ടില്ല, ഈ കട്ടിങ് എടുത്തിരിക്കുന്നത്. ഈ കട്ടിങ് എടുത്തിട്ട് അതിന്റെ മേലെ കുമ്മായം പൂശിയിരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വേണമെന്ന ഒരു ആവശ്യം കൂടി ഇവിടുത്തുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ശക്തമായ മഴ വരാനുള്ള ഒരു കാലാവസ്ഥ ഉണ്ടാകുന്നൊരു സാഹചര്യമാണ്. ആ സമയങ്ങളിൽ എത്രത്തോളം അപകടകരമാണ് ഇവിടുത്തെ സ്ഥിതി എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ചെറുവത്തൂരിലെ മട്ലായിക്കുന്നിലും അതുപോലെ തന്നെ വീരമലക്കുന്നിലും ഇവിടെ ഞാനിപ്പോൾ നിൽക്കുന്ന ദേശീയപാതയിലെ ചർക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള 7 കിലോമീറ്ററിലും വലിയ തോതിലുള്ള അപകട സാധ്യത തന്നെയാണുള്ളത്. എന്തായാലും ആ രീതിയിൽ ഇപ്പോൾ മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ ഇവിടെ നിന്നും ഒഴിഞ്ഞിരിക്കുന്നു. കാരണം അപകട സാധ്യതയെ തുടർന്നാണ് ഇവർ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോയത്. അവർ ചട്ടഞ്ചാലുള്ള പുതിയ കെട്ടിടത്തിലേക്കാണ് പോയത്. ഉദ്ഘാടനം ഒന്നും ചെയ്യാതെ ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മാറുകയായിരുന്നു. പക്ഷേ ജനങ്ങൾ ചോദിക്കുന്നത് അതാണ്, പോലീസ് സ്റ്റേഷൻ മാറിയതുപോലെ നമുക്കിവിടെ നിന്ന് മാറാൻ പറ്റില്ല. പല സാഹചര്യത്തിൽ വർഷങ്ങളായി താമസിക്കുന്ന ആൾക്കാരാണ് ഇവിടെയുള്ളത്. തങ്ങൾ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്ന ഒരു ആവശ്യമാണ് ഇവിടെ നിന്നും ജനങ്ങൾ ഉന്നയിക്കുന്നതും. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കണ്ണൂർ പയ്യന്നൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാതയുടെ കോൺക്രീറ്റ് പാർശ്വഭിത്തി തകർന്നു. ചതുപ്പ് നിലം മണ്ണിട്ട് നികത്തി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തിയാണ് ഇളകി മാറിയത്. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയാണ്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യങ്ങളും നിർമ്മാണ പുരോഗതിയും യോഗത്തിൽ ചർച്ചയാകും. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്നതിൽ സംസ്ഥാനത്തിന്റെ ആശങ്ക അറിയിക്കും. ബദൽ മാർഗങ്ങളിൽ സംസ്ഥാനത്തിന്റെ അഭിപ്രായവും അറിയിക്കും. ദേശീയപാത 66 മാർച്ചിന് മുൻപ് പൂർത്തിയാക്കണമെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. ദേശീയപാത അപകടങ്ങൾക്ക് പിന്നാലെ കണ്ണൂർ ചെങ്ങളായിയിൽ PWD റോഡിൽ വൻ ഗർത്തം. ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം. ആഴമുള്ള ഗർത്തം രൂപപ്പെട്ടതോടെ പ്രദേശത്തെ ജനങ്ങൾ ആശങ്കയിലാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് അപകടക്കെണിയായി റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടത്. കാവുമ്പായി കരിവെള്ളൂർ റോഡിലാണ് 3 മീറ്ററിലധികം ആഴമുള്ള കുഴി. വൈദ്യുതി കമ്പിയിൽ തൊടുന്ന മരച്ചില്ലകൾ വെട്ടാനെത്തിയവരാണ് ആദ്യം കുഴി കണ്ടത്. ആദ്യം ചെറിയൊരു വിള്ളലാണ് കണ്ടതെങ്കിലും പിന്നാലെ ഉള്ളിലേക്ക് 1.5 മീറ്റർ ആഴമുള്ള കുഴിയായി. മണ്ണിടിയും തോറും ആഴം കൂടുകയാണ്. ഇന്നലെ വൈകുന്നേരം ചെറിയ രീതിക്ക് കണ്ട അർത്ഥം നമ്മൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ വളരെ വെളിപ്പെടുത്തുന്ന രൂപത്തിലായിട്ടാണ് ഉള്ളത്. ഇപ്പം ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തരമായി ജീവനജീവി പരിശോധിച്ച് കൂടുതൽ നടപടി എടുക്കണമെന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. നാട്ടുകാരാകെ ഇതിന്റെ അവസ്ഥ വെച്ച് നാട്ടുകാരാകെ ഒരു പ്രയാസമുള്ളത്. ഗർത്തം ശ്രദ്ധയിൽപ്പെട്ടതോടെ റോഡ് ഉടനെ ബ്ലോക്ക് ചെയ്തെന്ന് പ്രദേശവാസികൾ പറയുന്നു. പൈപ്പിംഗ് പ്രതിഭാസമാണ് കുഴി രൂപപ്പെടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വിദഗ്ധ പരിശോധന ആവശ്യമാണെന്ന് പ്രദേശം സന്ദർശിച്ച് തളിപ്പറമ്പ് തഹസിൽദാർ അറിയിച്ചു. ന്യൂസ് 18 കണ്ണൂർ.
പ്രമുഖ ക്യാൻസർ രോഗവിദഗ്ധനായ ഡോക്ടർ VP ഗംഗാധരന് ഭീഷണി. 8.25 ലക്ഷം രൂപ ബ്ലഡ് മണിയായി നൽകിയില്ലെങ്കിൽ കുടുംബത്തെ അടക്കം അപായപ്പെടുത്തുമെന്നാണ് ഭീഷണി കത്ത്. മുംബൈയിലെ സിറ്റിസൺ ഫോർ ജസ്റ്റിസ് എന്ന പേരിലാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഡോക്ടറുടെ ചികിത്സാ പിഴവിൽ ഒരു കുട്ടി മരിച്ചുവെന്നും ആ കുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തുവെന്നുമാണ് സിറ്റിസൺ ഫോർ ജസ്റ്റിസ് പറയുന്നത്. ഇതിന് ബ്ലഡ് മണിയായി 8.25 ലക്ഷം രൂപ വേണമെന്ന് കുട്ടിയുടെ പിതാവ് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അങ്ങനെയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നതെന്നുമാണ് പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഇതേക്കുറിച്ച് ഡോക്ടർ എന്താണ് പറയുന്നത്? ഇങ്ങനെ ഒരാളെ ചികിത്സിച്ചതായി ഡോക്ടർക്ക് അറിയുമോ? ഈ സംഘടന നേരിട്ട് ഡോക്ടറെ ബന്ധപ്പെട്ടിട്ടുണ്ടോ? മഞ്ജുഷ, ഈ കത്തിൽ ആരാണ് രോഗിയെന്നോ മറ്റു കാര്യങ്ങളോ ഒരു വിശദാംശങ്ങളും ഇല്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഒരു കാര്യവും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രവുമല്ല, ഇങ്ങനെയൊരു സംഭവവും തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. പ്രാഥമികമായി അനുമാനിക്കുന്നത് ഇത് പണം തട്ടാനുള്ള ഇപ്പോൾ നടക്കുന്ന തട്ടിപ്പിൻ്റെ മറ്റൊരു ശ്രമം എന്ന രീതിയിലാണ് പോലീസും ഇതിനെ കരുതുന്നത്. ഡോക്ടറുടെ പരാതിയിൽ മരട് പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. വധഭീഷണി, അതോടൊപ്പം തന്നെ പണം തട്ടാനുള്ള ശ്രമം എന്നിവ ചൂണ്ടിക്കാണിച്ച് വിവിധ വകുപ്പുകൾ പ്രകാരമാണ് മരട് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. ഈ കത്തിൽ നൽകിയിരിക്കുന്ന QR കോഡ് അല്ലെങ്കിൽ ലിങ്ക് ഇത് പ്രകാരം ഈ പണം അടക്കണം എന്നതാണ്, ഈ പണം നൽകണമെന്നതാണ്, കൈമാറണമെന്നതാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതൊരു തരത്തിൽ ഈ പെൺകുട്ടിയുടെ പിതാവിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ തങ്ങളെ പെൺകുട്ടിയുടെ പിതാവ് സമീപിച്ചു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ഇതിന് ബ്ലഡ് മണിയായി പണം നൽകണം, അല്ല എങ്കിൽ കുടുംബത്തെ അടക്കം അപായപ്പെടുത്തുമെന്നാണ് ഈ കത്തിൽ നൽകിയിരിക്കുന്നത്. ഈ മെയ് 17-നാണ് കത്ത് വരുന്നത്. പിന്നീടാണ് ഡോക്ടർ മരട് പോലീസിൽ ഇത് സംബന്ധിയായ കാര്യത്തിൽ പരാതി നൽകുന്നത്. മരട് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസ് പ്രാഥമികമായി തന്നെയുള്ള ഒരു അന്വേഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ എവിടെ നിന്ന് അയച്ചു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. തപാൽ വകുപ്പിനോടും ഇതിൻ്റെ ഒരു വിശദീകരണം തേടിയിട്ടുണ്ട്. മുംബൈയിൽ നിന്ന് തന്നെയാണ് ഇത് എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, എവിടെ നിന്ന് ഇത് അയച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു സ്ഥിരീകരണം തേടിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രാഥമികമായ അനുമാനം പണം തട്ടുവാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഈ രീതിയിൽ നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിലേക്ക് പണം വാങ്ങിയെടുക്കുക എന്നതാണ്. പക്ഷേ അപ്പോഴും ഈ കത്തിലെ ഈ പരാമർശങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ഇതൊന്നും വാസ്തവമല്ല എന്നതടക്കം ഡോക്ടർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ ഒരു രോഗിയുടെ പേരോ കാര്യങ്ങളോ വിശദാംശങ്ങളോ ഒന്നും രേഖപ്പെടുത്താതെ ഇങ്ങനെയൊരു ഭീഷണി കത്താണ് നൽകിയിരിക്കുന്നത്. മറ്റാർക്കെങ്കിലും ഇതുപോലെ കത്ത് ഈ രീതിയിൽ സമാനമായ രീതിയിൽ വന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്യും. പ്രമുഖ ക്യാൻസർ രോഗ വിദഗ്ധനായ ഡോക്ടർ VP ഗംഗാധരനാണ് ഇങ്ങനെ ഒരു കത്ത് വന്നിരിക്കുന്നത്. 8.25 ലക്ഷം രൂപ നൽകണമെന്നാണ് ആവശ്യം. ഒരു പെൺകുട്ടി ഡോക്ടറുടെ ചികിത്സാ പിഴവിൽ മരിച്ചുവെന്നും ആ പെൺകുട്ടിയുടെ അമ്മ ആത്മഹത്യ ചെയ്തുവെന്നും അതിന് ബ്ലഡ് മണി നൽകണം എന്നുമാണ് ഇപ്പോൾ ആ പെൺകുട്ടിയുടെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്നുമാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു ചികിത്സാ പിഴവിനെ പറ്റി തനിക്ക് അറിയില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്. ഡോക്ടർ പോലീസിൽ പരാതി കൊടുത്തു. മരട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. സിൽവർ ലൈനിന് പച്ചക്കൊടി കിട്ടില്ലെന്ന് വ്യക്തമായതോടെ പകരം ശ്രീധരൻ നേരത്തെ മുന്നോട്ട് വെച്ച സെമി ഹൈസ്പീഡ് പദ്ധതിയെ കേരളം ഇനി അനുകൂലിക്കുമോ? മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ശ്രീധരനുമായി റെയിൽവേ മന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടത് കേന്ദ്ര പരിഗണനയിലും സെമി ഹൈസ്പീഡ് പദ്ധതിയാണെന്ന് സൂചന നൽകുന്നു. പുതിയ റെയിൽ പദ്ധതി അഭിമാന വിഷയമായി ഏറ്റെടുത്തിരിക്കുന്ന കേരളം തെരഞ്ഞെടുപ്പിന് മുൻപ് നിർണായക നീക്കം നടത്തുമെന്നാണ് സൂചന. സിൽവർ ലൈൻ പദ്ധതി പുനരുജ്ജീവിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള കേരള സംഘത്തിന്റെ മുഖ്യ ലക്ഷ്യം. സിൽവർ ലൈൻ ഇല്ലെന്ന് മാത്രമല്ല, പുതിയ റെയിൽ പദ്ധതിയോട് തന്നെ കേന്ദ്ര സർക്കാരിന് യോജിപ്പില്ല. പകരം പാത ഇരട്ടിപ്പിച്ച് കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകളാണ് കേരള ആവശ്യത്തിന് കേന്ദ്രത്തിന്റെ മറുപടി. DPR പൂർണ്ണമായി മാറ്റാതെ സിൽവർ ലൈനിൽ ഇനി പ്രതീക്ഷ വേണ്ട. ഇതാണ് ശ്രീധരൻ മുന്നോട്ട് വെച്ച ബദൽ പദ്ധതിക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം ശ്രീധരനെ റെയിൽവേ മന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെട്ടത് ബദൽ പദ്ധതി കേന്ദ്രം പരിഗണിക്കുന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ. നമുക്ക് ആവശ്യം ഹൈസ്പീഡ് ട്രെയിൻസ് ഓടാനാണ്. അതിന് ഹൈസ്പീഡ് ട്രെയിൻസ് ഓടാൻ അത് അവർ ഉദ്ദേശിച്ചത് ചെയ്യുകയാണെങ്കിൽ അത് അനദർ കെയർ ആയിട്ട് വരും. നമുക്ക് ശരിക്കും ആവശ്യമാണെങ്കിൽ ഹൈസ്പീഡ് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ളൊരു ഫെസിലിറ്റി തന്നെ വേണം. അത് ഓടിക്കുകയാണെങ്കിൽ
എൻക്രോച്ച്മെന്റ് തടയാൻ വേണ്ടി വാള് കെട്ടുകയും ഇതൊക്കെ വേണ്ടിവരും. ഇ ശ്രീധരൻ മുമ്പോട്ട് വെച്ച ബദൽ പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയായിരിക്കും ആദ്യപാത. 80,000 കോടി രൂപയാണ് ആദ്യഘട്ട ചെലവ് കണക്കാക്കിയത്. സമ്പൂർണ്ണമാകുമ്പോൾ അത് 1,00,000 കോടി രൂപയാകും. 25 കിലോമീറ്ററിനുള്ളിൽ എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലും സ്റ്റോപ്പ് ഉണ്ടാകും. തൂണിലൂടെയും തുരങ്കത്തിലൂടെയുമായിരിക്കും ഇത് കടന്നു പോകുക. കേരളിനെ അപേക്ഷിച്ച് അതിൻ്റെ 1/3 ഭൂമി ഏറ്റെടുത്താൽ മതി. പദ്ധതി പൂർത്തിയായാൽ പാട്ടക്കരാറിൽ കൃഷി ചെയ്യാനും മറ്റുമായി ഭൂമി ഉടമസ്ഥർക്ക് തന്നെ വിട്ടു നൽകാൻ കഴിയും. കേരളത്തിൽ 350 കിലോമീറ്റർ വേഗത്തിൽ പായുന്ന ഹൈസ്പീഡ് സർവീസ് ആവശ്യമില്ല. പകരം പരമാവധി 200 കിലോമീറ്റർ മതി എന്നതാണ് ഇ ശ്രീധരന്റെ ആശയം. 135 കിലോമീറ്റർ ശരാശരി വേഗത്തിൽ ട്രെയിൻ ഓടിച്ചാൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള 430 കിലോമീറ്റർ ദൂരം 3 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് പിന്നിടാം. പക്ഷേ ആദ്യം ഈ പദ്ധതി കേരളം ഏറ്റെടുക്കണം. പുതിയ റെയിൽ പദ്ധതി അഭിമാന വിഷയമായി കാണുന്ന സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഇതിനെ അനുകൂലിക്കുമോ? കാത്തിരുന്ന് കാണാം. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വൻ വർധനവ്. ഇന്നലെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത 581 കോവിഡ് ബാധിതരിൽ 287 എണ്ണവും കേരളത്തിലാണ്. രാജ്യത്ത് ഇന്നലെ 7 മരണമാണ്. ഇതോടെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആകെ 44 ആയിട്ടുണ്ട്. ഇന്നലെ 287 കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്താകെ രോഗബാധിതരുടെ എണ്ണം 1373 ആയി. ഇതുവരെ 9 മരണവും റിപ്പോർട്ട് ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത ഒമിക്രോൺ JN.1 LF7 വകഭേദമാണ് കേരളത്തിലും കണ്ടെത്തിയത്. തീവ്രത കുറവാണെങ്കിലും വ്യാപനശേഷി കൂടുതലാണെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു. രാജ്യത്തെ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കോവിഡ് ജാഗ്രതാ നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട്. കോവിഡ് ഇൻഫ്ലുവൻസ രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡിലോ മുറിയിലോ പാർപ്പിക്കണം. പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കണം. രോഗികളെ പരിചരിക്കുമ്പോൾ 2023 ഇറക്കിയ ABC മാർഗനിർദ്ദേശങ്ങൾ ആരോഗ്യ പ്രവർത്തകർ പാലിക്കണം. ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കണം. കോവിഡ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയ്ക്കെത്തുന്നവരെ ആന്റിജൻ RT-PCR പരിശോധനകൾക്ക് വിധേയമാക്കണം. ആരോഗ്യ പ്രവർത്തകർക്കും കൂട്ടിരിപ്പുകാർക്കും പരിശോധന നടത്തണം. ആശുപത്രി സന്ദർശനങ്ങൾക്ക് കർശന നിയന്ത്രണം വേണം. അതേസമയം രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് 7 മരണം കൂടി രേഖപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ 4, ഡൽഹി, ഗുജറാത്ത്, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ ഓരോ മരണവും വീതവും റിപ്പോർട്ട് ചെയ്തു. കോവിഡ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി ഉയരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്തുടനീളം 581 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കോവിഡ് മാരകമല്ലെന്ന് പറയുമ്പോഴും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരും ഗർഭിണികളും രോഗബാധിതരായാൽ അപകടകരമായ സാഹചര്യമുണ്ടായേക്കാം. അത് തിരിച്ചറിഞ്ഞുള്ള മുൻകരുതലാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നടി പാർവതി തിരുവോത്തിനെതിരെ നടി മാല പാർവതി. ഹേമ കമ്മിറ്റിയിൽ സർക്കാർ എന്ത് ചെയ്തുവെന്ന പാർവതി തിരുവോത്തിന്റെ ചോദ്യത്തിനാണ് ഇപ്പോൾ മാല പാർവതിയുടേതായി മറുപടി വന്നിരിക്കുന്നത്. സർക്കാരിനെതിരെ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരവാദിത്തം കാണിക്കണം എന്നാണ് പാർവതി പറയുന്നത്. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത കാര്യങ്ങൾ സിനിമാ മേഖലയിൽ കേരള സർക്കാർ ചെയ്തിട്ടുണ്ട് എന്നും മാല പാർവതി പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, നേരത്തെ പാർവതി തിരുവോത്ത് സർക്കാരിനെതിരെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് 5 വർഷമല്ലേ ആയിട്ടുള്ളൂ, തിരക്കില്ലല്ലോ എന്ന രീതിയിലുള്ള ഒരു പരിഹാസമായിരുന്നു. അതിന് എന്താണിപ്പോൾ മാല പാർവതി മറുപടി നൽകിയിരിക്കുന്നത്? മഞ്ജുഷ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ആ റിപ്പോർട്ട് വെച്ചിട്ട് കേരള പോലീസ് നിരവധി കേസുകൾ എടുത്തിരുന്നു. എന്നാൽ ആ കേസുകളെല്ലാം പിൻവലിക്കുന്നു എന്നുള്ള തരത്തിൽ വാർത്ത വന്നതിന് ശേഷം മലയാള സിനിമയിൽ വീണ്ടും തർക്കങ്ങൾ രൂപപ്പെട്ടിരിക്കുകയാണ്. നേരത്തെ പാർവതി തിരുവോത്ത് സർക്കാരിനെതിരെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്തെത്തിയിരുന്നു ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ. കഴിഞ്ഞ 5.5 വർഷമല്ലേ ആയിട്ടുള്ളൂ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ട്, എന്നിട്ടും എന്തുകൊണ്ട് ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ള തരത്തിലൊക്കെ നടി പാർവതി തിരുവോത്ത് ചോദിച്ചിരുന്നു. എന്നാൽ അതിന് പിന്നാലെ പാർവതി തിരുവോത്തിനെതിരെ നടി മാല പാർവതി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. മാല പാർവതി പറയുന്നത് നമ്മുടെ സർക്കാരിനെതിരെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ കുറച്ചുകൂടെ ഉത്തരവാദിത്തം കാണിക്കണമെന്നാണ്. കാരണം മറ്റൊരു സംസ്ഥാന സർക്കാരും ചെയ്യാത്ത കാര്യങ്ങളാണ് മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് കേരള സർക്കാർ ചെയ്തതെന്നുള്ള തരത്തിലാണ് മാല പാർവതിയുടെ പ്രതികരണം. എന്തെങ്കിലും തരത്തിൽ ഒരു മൊഴി എന്തെങ്കിലും കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചതിന് ശേഷം പിന്നെ അതിൽ നിന്ന് വിട്ടുപോവുകയും പിന്നാലെ അതിൽ ഒരു മൊഴിയോ കേസോ പരാതികളോ ഇല്ലാതെ സംസ്ഥാന സർക്കാർ കേസെടുത്ത് മുന്നോട്ട് പോകണമെന്ന് പറയുന്ന ആവശ്യത്തിന് എന്ത് ന്യായീകരണമാണുള്ളതെന്നുള്ള തരത്തിലാണ് മാല പാർവതി നടി പാർവതി തിരുവോത്തിനോട് ചോദിക്കുന്നത്. ഇത്തരത്തിൽ താൻ നേരത്തെ ഈ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മൊഴികൾ കൊടുക്കുകയും ആ മൊഴി വന്നതിന് ശേഷം പല തരത്തിൽ
ത്തിലും തൻ്റെ സുഹൃത്തുക്കളടക്കം മാലാ പാർവതിയോട് തന്നോട് വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചു. തന്നോട് വളരെയധികം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വരെ തന്നെ ശകാരിച്ചു. എന്തിനാണ് പലരുടെയും പേര് ഇതിലേക്ക് വലിച്ചഴിച്ചെന്നുള്ള തരത്തിൽ ശകാരിക്കുകയൊക്കെ ചെയ്തിട്ട് ആ ഒരു സാഹചര്യത്തിലാണ് തനിക്ക് സുപ്രീം കോടതിയുടെ കേസിന് പോവേണ്ടി വന്നത്. ആ ആർജവം പോലും കാണിക്കാത്ത ആൾക്കാർ ഇപ്പോൾ 5.5 വർഷം പിന്നിട്ടു, കേസുകൾ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റൊന്നും ചെയ്യാതെ സർക്കാരിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നുള്ളൊരു ചോദ്യമാണ് മാലാ പാർവതി നടി പാർവതി തിരുവോത്തിനോട് ചോദിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നുവെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. കമ്മിറ്റിയുടെ നടപടികൾ വിശദീകരിക്കാൻ വാർത്താ സമ്മേളനം വിളിക്കും. മുഖ്യമന്ത്രി പ്രത്യേകം താൽപര്യമെടുത്താണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചതെന്നും മന്ത്രി വിശദീകരിച്ചു. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരു യൂട്യൂബർ കൂടി അറസ്റ്റിലായി. ജാൻ മഹാൽ എന്ന യൂട്യൂബ് ചാനൽ ഉടമ പഞ്ചാബ് സ്വദേശി ജസ്ബീർ സിംഗ് ആണ് പിടിയിലായത്. ഇയാൾക്ക് പാകിസ്ഥാനിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന രേഖകൾ കിട്ടിയിട്ടുണ്ടെന്ന് പോലീസിന്റെ വിശദീകരണം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ പാകിസ്ഥാനുണ്ടായത് കനത്ത നഷ്ടമാണ്. 4 ദിവസത്തെ പോരാട്ടത്തിൽ 6 യുദ്ധവിമാനങ്ങൾ, 2 അത്യാധുനിക വ്യോമ നിരീക്ഷണ വിമാനങ്ങൾ, ഒരു അമേരിക്കൻ നിർമ്മിത C-130 ചരക്ക് വിമാനം, 30-ലധികം മിസൈലുകൾ, നിരവധി UAVകൾ, ഡ്രോണുകൾ എന്നിവയാണ് ഇന്ത്യ തകർത്തത്. ഇന്ത്യ സഖ്യം ഉപേക്ഷിക്കാൻ ആം ആദ്മി പാർട്ടി. കോൺഗ്രസും BJPയും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടെന്ന് ആരോപിച്ചാണ് ആം ആദ്മി പാർട്ടിയുടെ പുതിയ നീക്കം. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് AAP നേതാവ് അനുരാഗ് ദണ്ഡ വ്യക്തമാക്കിയത്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും.